ഹലോ നമസ്കാരം, രഞ്ജിത്ത്. വീണ്ടും അനുഭവങ്ങൾ പാളിച്ചകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു FMCG ബ്രാൻഡിൻ്റെ കഥയാണ്. കഴിഞ്ഞ ഒരു 4 വർഷം മുമ്പ് ഒന്ന് റീബ്രാൻഡ് ചെയ്ത് മാർക്കറ്റിലേക്ക് ഇറക്കിയ ഒരു ബ്രാൻഡാണ്. ഏതാണ് കാറ്റഗറി എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അങ്ങനെ കാറ്റഗറി പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്തെടുക്കാൻ സാധിച്ചേക്കും. അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് പക്ഷേ ഇതിൻ്റെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് നിങ്ങളിലേക്ക് കൃത്യമായി എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കഥ പറയുന്നത്. അപ്പോൾ ഈ ഒരു FMCG ബ്രാൻഡ് ആക്ച്വലി 4 വർഷം മുമ്പ് ഒന്ന് റീബ്രാൻഡ് ചെയ്ത് മാർക്കറ്റിലേക്ക് ഇറക്കി. അപ്പോൾ അത് കഴിഞ്ഞ് 4 വർഷത്തിനിപ്പുറം കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മളെ ഒന്ന് കണക്ട് ചെയ്യുകയും എന്താണ് ചെയ്യാൻ സാധിക്കുക, കാരണം ഈ 4 വർഷമായിട്ടും കാര്യമായിട്ട് ചലനങ്ങളൊന്നും മാർക്കറ്റിൽ സൃഷ്ടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പ്രശ്നം. അപ്പോൾ നമ്മൾ പഠിക്കാൻ ആരംഭിച്ചു എന്താണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ 4 വർഷം മുമ്പ് ഇവരുടെ ലേബലിങ്ങും പാക്കേജിങ്ങും എല്ലാം ഒന്ന് മാറ്റി. മുമ്പ് കുറേ കാലങ്ങളായിട്ട് ഏകദേശം ഒരു 10-20 വർഷമായിട്ട് മാർക്കറ്റിലുള്ളൊരു ബ്രാൻഡാണ്. പക്ഷേ 4 വർഷം മുമ്പ് അവർ മൊത്തത്തിലൊന്ന് റീവാമ്പ് ചെയ്തു. ഈ ബ്രാൻഡിങ് ഒക്കെ ഒന്ന് മാറ്റിയാൽ, ലോഗോ ഒന്ന് മാറ്റി, പാക്കേജിങ് ഒക്കെ ഒന്ന് മാറ്റിയാൽ ആൾക്കാർ ചുമ്മാ അങ്ങ് വന്ന് മേടിക്കുമെന്നുള്ളതാണ് മിക്ക ആളുകളുടെയും ഒരു ധാരണ. വൻ അബദ്ധമാണ്, ഒരു കാരണവശാലും ഇല്ല. ഒരു ലോഗോ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സെയിൽസ് കുറയുമെന്നല്ലാതെ ചാടി പിടിച്ച ആളുകൾ മേടിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഏറ്റവും ആദ്യത്തെ പോയിൻ്റ് എന്താണ് എന്നുള്ളത് ഞങ്ങൾ നോക്കിയപ്പോൾ എപ്പോഴും വളരെ ക്ലീശയാണ്. നമ്മൾ ചോദിക്കാറുണ്ട്, ആരെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്? FMCG ബ്രാൻഡാണ്. FMCG ബ്രാൻഡുകാർ പല ആൾക്കാരും പറയുന്നത് ഞങ്ങൾ എല്ലാവരെയും ടാർഗറ്റ് ചെയ്യുക, ഞങ്ങൾ ഷോപ്പിൽ കൊണ്ടുപോയിക്കും, ആർക്ക് വേണമെങ്കിൽ മേടിച്ചോട്ട് പോവാം എന്നുള്ളതാണ്. അവിടെ തന്നെ പ്രശ്നം ആരംഭിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പിനെ, കൃത്യമായിട്ടുള്ള ഒരു ജെൻഡറിനെ, കൃത്യമായിട്ടുള്ള ഒരു സോഷ്യോ ഇക്കണോമിക് ഗ്രൂപ്പിനെ ഒക്കെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല എന്നാണ്. അപ്പോൾ ആരെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള ക്ലാരിറ്റി തന്നെ അവിടെ ഇല്ല. ആരെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള ക്ലാരിറ്റി ഇല്ലെങ്കിൽ അടുത്ത പ്രശ്നം എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ ബ്രാൻഡ് ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, ബ്രാൻഡ് ക്യാരക്ടർ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ ബേസ് ചെയ്തിട്ട് വേണം ബ്രാൻഡ് ഐഡൻറ്റിറ്റി കണക്ട് ചെയ്യാൻ. അതിന് പറ്റുന്ന കളർ തീം ആയിരിക്കണം, അതിന് പറ്റുന്ന എലമെൻറ്റ്സ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ അതിന് പറ്റുന്നതല്ല, വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ചില എലമെൻറ്റ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൺസർവേറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഓട്ടോമാറ്റിക്കലി കൺസർവേറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ അടുത്തേക്കായിരിക്കും എത്തുന്നത്. ഈ കൺസർവേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് പറ്റുന്ന ക്യാരക്ടർ അല്ല പ്രൊഡക്റ്റിനുള്ളത്, അതിൻ്റെ ക്വാളിറ്റിയിലും ലുക്കിലും അതിൻ്റെ യൂസേജിലും ഉള്ളത്. മൊത്തം കോൺട്രഡിക്ഷനാണ്. ഈ കോൺട്രഡിക്ഷൻ കാരണമാണ് ഇത് സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എപ്പോഴാണോ ടാർഗറ്റ് ഓഡിയൻസിനെ കുറിച്ച് നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവുന്നത്, അടുത്ത പോയിന്റിലേക്ക് നമ്മളെത്തും. എന്ത്? അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ബ്രാൻഡിൻ്റെ ഐഡൻറ്റിറ്റി, ഏത് കളേഴ്സ് യൂസ് ചെയ്യണം, ഏത് തീം യൂസ് ചെയ്യണം, എന്ത് സ്റ്റോറി ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യണം, വളരെ പ്രധാനമാണ്. അവിടെ തന്നെ അവർക്ക് വലിയ മിസ്മാച്ച് സംഭവിച്ചു. അവിടെയാണ് ആക്ച്വലി ആളുകൾ കൺഫ്യൂസ്ഡ് ആവുന്നത്. മുമ്പ് ഇതിനേക്കാൾ സെയിൽസ് ഉണ്ടായിരുന്നു, അവിടെയാണ് വലിയ വിഷമമുള്ളത്. മുൻപ് ഇത്രയും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. മുമ്പ് ഇതിനേക്കാൾ ഉണ്ടായിരുന്ന സെയിൽ, ബ്രാൻഡ് ഒന്ന് പുതിയ ഐഡൻറ്റിറ്റിയിലേക്ക് വന്നപ്പോൾ സെയിൽസ് കുറഞ്ഞു എന്നുള്ളതാണ്. സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പം ടാർഗറ്റ് ഓഡിയൻസ്, സത്യം പറഞ്ഞാൽ ഇവർക്കൊരു കൈൻഡ് ഓഫ് ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട്. ഒരു അപ്പർ മിഡിൽ ക്ലാസ് ആണ് ആക്ച്വലി ഇവരുടെ ഒരു ടാർഗറ്റ് ഓഡിയൻസ്. പക്ഷേ ഇവർക്കിത് മനസ്സിലറിയാമെങ്കിലും ഇവരത് ബ്രാൻഡ് ഐഡൻറ്റിറ്റിയിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. കാരണം ബ്രാൻഡ് ഐഡൻറ്റിറ്റിയിലേക്ക് ഇത് കൊണ്ടുവന്ന് അവരുടെ പേടി, അയ്യോ അപ്പർ മിഡിൽ ക്ലാസ് മാത്രമായി പോയാലോ ഞങ്ങളുടെ കസ്റ്റമേഴ്സ്, കാരണം ഞങ്ങൾക്ക് മൊത്തം വേണം, ഈ മൊത്തം കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, പക്ഷേ ഈ അപ്പർ മിഡിൽ ക്ലാസ് മാത്രമായിട്ട് ഒതുങ്ങിപ്പോയാൽ ഞങ്ങളുടെ സെയിൽസ് കുറയില്ലേ എന്നുള്ള ധാരണയൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് തന്നെ ഈ ലോകത്ത് ഇനഫ് ആൾക്കാരുണ്ട്, അവരെയെങ്കിലും ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ വലിയ സാധ്യതകൾ ആക്ച്വലി ഉണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ അവരെ ടാർഗറ്റ് ചെയ്യുക, ആദ്യം കൃത്യമായി ടാർഗറ്റ് ഓഡിയൻസിനെ ഡിഫൈൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്യുന്ന കളർ, അവർ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, അവരുമായിട്ട് കണക്ട് ചെയ്യുന്ന മാർക്കറ്റിംഗ് മെസ്സേജസ്, അവരുമായിട്ട് കണക്ട് ചെയ്യുന്ന വേർഡ്സ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് അല്ലേ? നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിന് നിങ്ങളുടെ മാർക്കറ്റിംഗ് മെസ്സേജ് മനസ്സിലാവണ്ടേ? നിങ്ങൾ ഉപയോഗിക്കുന്ന ക്യാരക്ടർ മനസ്സിലാവണ്ടേ? നിങ്ങളുടെ കൾച്ചർ കണക്റ്റഡ് ആവണ്ടേ? വളരെ പ്രധാനമാണ്. അപ്പോൾ അവിടെ നമ്മൾ ശരിക്കും ഏറ്റവും ആദ്യം ചെയ്ത് ടാർഗറ്റ് ഓഡിയൻസിനെ കൃത്യമായിട്ടൊന്ന് ഡിഫൈൻ ചെയ്തു. ഡിഫൈൻ ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ എൻറ്റയർ ബ്രാൻഡ് ഐഡൻറ്റിറ്റി ഒന്നുകൂടെ മാറ്റാൻ പറഞ്ഞപ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, സ്ഥിരം ഡയലോഗാണ്, ഞാൻ പലപ്പോഴും ക്ലയൻസിൻ്റെ നിന്ന് കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായിട്ടുള്ളൊരു, അല്ല സാർ നമ്മൾ 4 വർഷം മുമ്പ് ഒരു 10-15 ലക്ഷം രൂപയൊക്കെ മുടക്കിയിട്ടാണത് കംപ്ലീറ്റ് ഡിസൈനും പാക്കേജിങ്ങും എല്ലാ സാധനവും സെറ്റാക്കിയത്. ഇപ്പോൾ വീണ്ടും അത് ആ 15 ലക്ഷം രൂപ മുടക്കിയിട്ട് എന്തെങ്കിലും പ്രയോജനം നിങ്ങൾക്കുണ്ടായോ? നിങ്ങളൊരു തെറ്റായ കാര്യം ചെയ്താൽ ആ തെറ്റ് എത്രയും പെട്ടെന്ന് തിരുത്തുകയല്ലേ വേണ്ടത്? ആ തെറ്റിൽ കടിച്ചു തൂങ്ങുകയാണോ വേണ്ടത്? പലർക്കുള്ളൊരു പ്രശ്നമാണ്.
ഇപ്പോഴും നമ്മൾ പൈസ ചിലവാക്കി ബ്രാൻഡിങ് ചെയ്തു, അത് കൃത്യമായ പ്ലാനിങ്ങിലായിരുന്നില്ല ചെയ്തത്. പക്ഷേ ഞാൻ കടിച്ചു പോവുകയാണ്, കാരണം ഇത്രയും പൈസ ഞാൻ ചിലവാക്കി ഇത്രയും വർഷം മുമ്പ്. എന്തർത്ഥമുള്ളത്? എത്രയും പെട്ടെന്ന് തിരുത്തണം, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തിരുത്തണം എന്ന് പറഞ്ഞ് നമ്മൾ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തു. തിരുത്താനുള്ള റിപ്പോർട്ട് ഞാൻ എപ്പോഴും പറയാം, ഈ ദിവസം വരെ തിരുത്തിയിട്ടില്ല. കാരണം ഇതൊരു 5-6 പേര് കൂടി ഡിസിഷൻ എടുക്കുന്ന ബിസിനസ്സാണ്. ചേട്ടൻ, അനിയൻ, കസിൻസ് ഒക്കെ ഉണ്ട്. ഇവരെല്ലാവരും കൂടി ഒറ്റ തീരുമാനത്തിലെത്തണ്ടേ. ഇതിൽ 2-3 പേർക്ക് ഇതിപ്പോൾ മാറ്റണമെന്നുണ്ട്. 2-3 ശക്തമായി വാദിക്കുകയാണ്, കുഴപ്പമില്ല, നമുക്ക് വേറെ എന്തെങ്കിലും മെത്തേഡ് കൂടെ സെയിൽസ് വർദ്ധിപ്പിക്കാം, വെറുതെ എന്തിനാ ഇനിയും ബ്രാൻഡിങ്ങിന് വേണ്ടി പൈസ ചിലവാക്കുന്നത്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവിടെ തീർന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ ബ്രാൻഡ് ഐഡൻറ്റിറ്റിയിൽ മാത്രമല്ല പ്രശ്നം ഇരിക്കുന്നത്, ഇനിയും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാത്തതുകൊണ്ട് ദ പ്ലേസ്, എവിടെയാണ് ഇത് പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ ഇത് ചിലപ്പോൾ പ്ലേസ് ചെയ്യേണ്ടത് കുറച്ചൊരു പ്രീമിയം ആയിട്ടുള്ള മോഡേൺ ഔട്ട്ലെറ്റ്സിലായിരിക്കാം, അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ്സിലായിരിക്കാം, കുറച്ച് ബിഗ്ഗർ ഷോപ്സിലായിരിക്കാം. ഇതങ്ങനെയൊന്നുമല്ല, ഏതെങ്കിലുമൊക്കെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊണ്ട് കൊടുത്തിരിക്കുക, ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് പറ്റുന്ന സ്ഥലത്തൊക്കെ അവർ പ്ലേസ് ചെയ്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ചെറിയ കൊച്ചു കടയിലൊക്കെ ഈ സാധനം പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസിങ്ങിൻ്റെ കാര്യം വലിയ കൺഫ്യൂഷനാണ്. കാരണം ബാക്ക് എൻഡിലൊരു പ്രൈസിങ് മെക്കാനിസം ഇവർ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈസ് ശരിക്കും പറഞ്ഞാൽ ഈ അപ്പർ മിഡിൽ ക്ലാസ്സിന് ഉള്ള പ്രൈസിനൊക്കെ താഴെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എഗെയിൻ അവിടെ ഒരു കൺഫ്യൂഷൻ വന്നു. അപ്പം ചില സ്ഥലങ്ങളിലുണ്ട്, ചില സ്ഥലങ്ങളിലില്ല. ഇവർ കോമ്പീറ്റ് ചെയ്യാൻ നോക്കുക, ഇതിന് ജസ്റ്റ് താഴെയുള്ള ബ്രാൻഡുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കോമ്പറ്റീറ്റീവ് പ്രൈസിങ് സെറ്റ് ചെയ്തിരിക്കുക. സത്യം പറഞ്ഞാൽ നഷ്ടമാണ്. ഞങ്ങൾ കംപ്ലീറ്റ് ഇതിൻ്റെ ഒരു കോസ്റ്റിംഗ് എടുത്തു നോക്കി, കോസ്റ്റിംഗ് അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ 2 രൂപ നഷ്ടത്തിലാണ് വിൽക്കുന്നത്. അതായത് 1 ലിറ്റർ വിൽക്കുമ്പോൾ 2 രൂപ നഷ്ടമുണ്ട്. അപ്പോൾ ഇമാതിരി യാതൊരു തരത്തിൽ ബാക്ക്ഗ്രൗണ്ട് വർക്കും ചെയ്യാതെ വെറുതെ മാർക്കറ്റിലൊന്ന് കോമ്പീറ്റ് ചെയ്യണമെന്നും പ്രസൻസ് ഉണ്ടാക്കണമെന്നും വിസിബിലിറ്റി ഉണ്ടാക്കണമെന്നും മാത്രമുള്ള ആഗ്രഹത്തിലാണ് പല ബ്രാൻഡുകളും കേരളത്തിൽ വർക്ക് ചെയ്യുന്നത്. ദിസ് ഈസ് സോ ട്രൂ. ഇത് സത്യമാണ്, ഇത് ശരിക്കും നടക്കുന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കോസ്റ്റിംഗ് എടുക്കണം. നിങ്ങൾ ലാഭത്തിൽ തന്നെയാണോ വിൽക്കുന്നത് നോക്കണം. അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷമായി നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നഷ്ടത്തിന് മുകളിൽ നഷ്ടങ്ങളായിരിക്കും. അപ്പോൾ പ്ലേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ പ്രൈസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ടുള്ള മാർക്കറ്റിംഗ് മെസ്സേജാണോ കൊടുക്കുന്നത് എന്ന് വളരെ പ്രധാനമാണ്. അവർക്ക് മനസ്സിലാവണ്ടേ, നിങ്ങളുടെ ഓഡിയൻസിന് മനസ്സിലാവണ്ടേ. അതിൽ തന്നെ കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. ഡെലിവറിയുടെ കാര്യത്തിൽ കൺസിസ്റ്റൻസി വേണ്ടേ. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എഫക്റ്റീവ് അല്ലാതെ പോവും. കാരണം എന്താ, കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ബാക്ക് എൻഡിൽ നിന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കൺസിസ്റ്റൻ്റ് ആവാതെ പോവും. ചില ഷോപ്പുകളിൽ അത്യാവശ്യം കച്ചവടം ഉണ്ടായിരുന്നതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഡെലിവറി കൃത്യമല്ലാത്തതുകൊണ്ട് പിന്നെ ആ ഷോപ്പുകാർ പറഞ്ഞു ഇനി ഇവിടെ വെക്കണ്ട, കാരണം കഴിഞ്ഞ തവണ വിളിച്ചപ്പോൾ വന്നില്ലല്ലോ. കസ്റ്റമർ വന്ന് നോക്കുമ്പോൾ സാധനമില്ല, കസ്റ്റമർ ഷിഫ്റ്റ് ആവില്ലേ. എങ്ങനെയാണ് ലോയൽറ്റി ഉണ്ടാവുന്നത്? ബ്രാൻഡ് ലോയൽറ്റി എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി കൺസിസ്റ്റൻ്റ് ആയിട്ട് ലഭിക്കുമ്പോഴാണ് ഈ ലോയൽറ്റി ഒക്കെ ഉണ്ടാവുന്നത്. ആ ഒരു വാല്യൂ കിട്ടുമ്പോൾ. ഇത് കൺസിസ്റ്റൻസി ഇല്ല, ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ? അപ്പോൾ കൺസിസ്റ്റൻസി ഇല്ല, ഡെലിവറിയുടെ കാര്യത്തിൽ കൺസിസ്റ്റൻസി ഇല്ല, മാർക്കറ്റിംഗ് മെസ്സേജിൻ്റെ കാര്യത്തിൽ കൺസിസ്റ്റൻസി ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും ആദ്യം മുതലേ ടാർഗറ്റ് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തില്ല എന്ന് പറയുന്ന മൂല കാരണം കൊണ്ട് എല്ലായിടത്തും പ്രശ്നമുണ്ടായി. എവിടെയൊക്കെ പ്രശ്നമുണ്ടായി? പ്രൈസിൽ പ്രശ്നമുണ്ടായി, പ്ലേസിൽ പ്രശ്നമുണ്ടായി, അവരുടെ പ്രൊമോഷനിലും മാർക്കറ്റിങ്ങിലും പ്രശ്നമുണ്ടായി, അവരുടെ എൻറ്റയർ പ്രോസസ്സ് പ്രശ്നത്തിലേക്ക് പോയി, അവരുടെ പാക്കേജിങ് അടക്കം പ്രശ്നമാണ്. കാരണം എന്താ വെച്ചാൽ ടാർഗറ്റ് ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ ഭാഗങ്ങളിലെല്ലാം പ്രശ്നം നേരിട്ടതുകൊണ്ട് കംപ്ലീറ്റ്ലി കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ഇമേജാണ് ആക്ച്വലി മാർക്കറ്റിൽ അവർക്കുള്ളത്. ഇതിനെ അസസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇത് ഇടവന്ന ഒരു അസൈൻമെൻറ്റാണ്. ഇത് നമ്മളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂവും റിപ്പോർട്ടും മീറ്റിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഒരു ഫൈനലായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അതിശക്തമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരും കൂടി കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത് കേട്ടോ. കാരണം ഞാൻ നേരിട്ട് പറഞ്ഞു, ഇനി ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും, മറ്റുള്ളവർക്ക് മനസ്സിലായില്ലെങ്കിൽ കൃത്യമായി മനസ്സിലാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കണം. കാരണം അത്രയും പെട്ടെന്ന് തീരുമാനം എടുത്താലേ നിങ്ങൾക്ക് മാർക്കറ്റിൽ ആ പൊസിഷൻ നിങ്ങൾക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് വളരെ നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനി തന്നെയാണ്. അവർ കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കേരളത്തിൽ ടോപ്പ് ലെവലിലുള്ള ഒരു ടോപ്പ് 5 ബ്രാൻഡിലേക്ക് ഈസി ആയിട്ട് കടന്നു വരാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് എടുക്കുക. കാരണം തീരുമാനങ്ങൾ വൈകുന്തോറും പുതിയ ബ്രാൻഡുകളും പുതിയ മാർക്കറ്റുകളും ഒക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും, ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് പിന്നെ പഴയ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.